ഇന്നത്തെ ഏകദേശം എല്ലാവരും വന്നെന്ന് തോന്നുന്നു. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം അല്ലേ. ഇന്നലെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇന്നലെ എടുത്ത് പറഞ്ഞ കാര്യങ്ങളിൽ പിന്നെ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു ടോപ്പിക്ക് വരുന്നുണ്ട് കേട്ടോ. അത് റീസണിങ് എന്നുള്ള വിഭാഗത്തിലാണ്. നമ്പർ സീരീസ്, ശ്രേണികൾ എന്ന് പറഞ്ഞിട്ടുള്ള കേട്ടോ, ശ്രേണികൾ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നമ്പേഴ്സ്, ചില ടൈപ്പുകളുണ്ട്. ഇപ്പോ ചില സയന്റിസ്റ്റുകളുടെ പേരിലൊക്കെ അറിയപ്പെടുന്ന ഫിബോനാച്ചി, അതൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ ആ സമയത്താണ് പഠിക്കുന്നത് കേട്ടോ. അതൊന്നും ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. ശ്രേണികൾ അല്ലെങ്കിൽ സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് നമുക്ക് വേറെ തന്നെ ഉണ്ട്. ആ ടൈമിലാണ് അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് നമ്പേഴ്സ്. ഇപ്പോൾ ഒരു ശ്രേണി തന്നിട്ട് വിട്ടുപോയ നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, അത് എടുക്കുന്ന ടൈമിൽ എന്ത് പറയും, ഈ ഒരു കാര്യം പറയും. ഓരോ പേര് ഫിബോനാച്ചി ഒക്കെ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫിബോനാച്ചി സീരീസ് എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള, അതേപോലെ രാമാനുജൻ സംഖ്യ, അങ്ങനെയുള്ള കുറച്ച് പേരുകളിൽ അറിയപ്പെടുന്ന നമ്പേഴ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ ആ ടൈമിൽ എന്ത് ചെയ്യാം, ആ ടൈമിൽ പറഞ്ഞുതരാം. അത് നമ്മൾ ഇതിലേക്ക് വരുന്നില്ല, കാരണം ഇത് പ്യുവർലി നമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കുവാണേ. ഇന്നത്തെ ടോപ്പിക്കില് സ്റ്റാർട്ട് ചെയ്യണേ. ഞാൻ കുറച്ചൊന്ന് പറഞ്ഞു തുടങ്ങിയത് എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഏകദേശം 30 പേരായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇന്നത്തേല് ഫസ്റ്റ് നമുക്കൊന്ന് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ വലിയ വലിയ ടോപ്പിക് ഒന്നല്ല, ചെറിയ കുഞ്ഞു ടോപ്പിക്കാണ്. പക്ഷെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ്, ഇതറിയാം എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് യൂണിറ്റ് ഡിജിറ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് കേട്ടോ, ഒറ്റയുടെ സ്ഥാനത്തെ ഡിജിറ്റ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോ നിങ്ങൾക്ക് ഞാനൊരു നമ്പർ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോ 426, ഇതില് ഒറ്റയുടെ സ്ഥാനത്തുള്ള നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? ഒറ്റയുടെ സ്ഥാനം, അതെ, 6ആണ്. ഒറ്റയുടെ സ്ഥാനത്ത് 6, പിന്നെ 2 എന്നുള്ളത് 10ന്റെ സ്ഥാനത്ത്, 4 എന്നുള്ളത് 100ന്റെ സ്ഥാനത്ത്, പോകുന്തോറും ഇങ്ങനെ കൂടിയിട്ട് വരും. അപ്പൊ ഈ നമ്പേഴ്സ് തമ്മിലേ, ഇപ്പൊ ഞാൻ 426ഉം ഒരു 352 തമ്മിൽ ഗുണിക്കുവാണ്. അപ്പൊ ഗുണിക്കാതെ തന്നെ ഗുണിച്ച് കിട്ടുന്ന ഒരു സംഖ്യ ഉണ്ടാവല്ലോ, ഒരു വലിയ സംഖ്യ എനിക്ക് ഗുണിച്ചിട്ട് താഴെ കിട്ടും. അതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം കണ്ടുപിടിക്കുക. ഒന്ന് എന്ത് ചെയ്താൽ മതി, ഇതിന്റെ രണ്ടിന്റെയും ഒറ്റയുടെ സ്ഥാനത്ത് അക്കം തമ്മിൽ ഗുണിക്കും. ഓക്കെ. ഈ 426 352 തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ കിട്ടുന്ന ആൻസർ ഉണ്ടാവുമല്ലോ, ഒരു വലിയ സംഖ്യ ആയിരിക്കും. നമ്മളത് ഗുണിക്കുന്നൊന്നുമില്ല, ഇപ്പൊ ഗുണിക്കാന്ന് പോകുന്നില്ല. എനിക്ക് ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് കിട്ടുന്ന അക്കം കിട്ടാൻ എന്ത് ചെയ്താൽ മതി അറിയോ, ഇതിന്റെ രണ്ടിന്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ മതി. അപ്പൊ 6 2 ഗുണിച്ചാൽ എത്ര വരും? 12. 12ന്റെ ലാസ്റ്റിലത്തെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന ഏതാ? 2 ആണ് അല്ലെ. 12 എഴുതുമ്പോ ഒറ്റയുടെ സ്ഥാനത്ത് 2 വരുന്നത്. അപ്പൊ ഗുണിച്ച് കിട്ടുന്നത് ഏത് സംഖ്യയാണോ അതൊന്നും നമുക്കറിയില്ല. പക്ഷെ അതിന്റെ ഗുണിച്ച് കിട്ടുന്ന ആ വലിയ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് എപ്പോഴും വരുന്നത് എന്തായിരിക്കും? ഈ 2 ആയിരിക്കും വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ജസ്റ്റ് 1-2 ക്വസ്റ്റ്യൻസ് കൂടി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, 56 × 43 ഗുണിച്ച് കിട്ടുകയാണെങ്കിൽ ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് ഏതാ സംഖ്യ വരിക? 18. യെസ്, 6 3 ഗുണിക്കുക. 6 3 ഗുണിച്ചാൽ 18 ആണ് വരിക. അപ്പൊ 18ന്റെ ലാസ്റ്റ് വരുന്നത് വെച്ചാൽ 8 ആണ്. 8. അപ്പൊ ഇതിനെ ഗുണിച്ച് കഴിച്ച് കഴിഞ്ഞാൽ 8 കിട്ടും. ഇത് ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ 3 സംഖ്യ ആണെങ്കിലും കുഴപ്പമില്ല. 3 സംഖ്യ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഞാൻ 3 സംഖ്യ ചെയ്താണ്. അപ്പൊ 52 ഗുണിക്കണം 103 ഗുണിക്കണം എന്താണ് 46, ഇതാണെന്ന് വിചാരിക്കും. അപ്പൊ ഇങ്ങനെയാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഇത് നമ്മൾ ചെയ്ത ഈ പഠിച്ചുകൊണ്ടിരുന്ന കാര്യം നേരെ എന്ത് ചെയ്താൽ മതി, ഒരു നമ്പറിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ആദ്യം എന്ത് ചെയ്യാ, 2ഉം ഏതും തമ്മിൽ ഗുണിക്കുക, 3 ഗുണിക്കുക. അപ്പൊ 2 3 ഗുണിച്ചു കഴിഞ്ഞാൽ 6. ഇനി ഈ 6ഉം ഇനി ലാസ്റ്റ് ഒരാൾ കൂടി നിൽക്കുന്നില്ല, ഒരു നമ്പർ കൂടി ഗുണിക്കാനില്ലേ, ആ 6ഉം ഗുണിക്കുക. അപ്പൊ എത്ര കിട്ടും? 36. അതോടെ നമുക്ക് നമ്പേഴ്സ് കഴിഞ്ഞ് 3 ആയി. അപ്പൊ ഇതിലെ ലാസ്റ്റിലെ നമ്പേഴ്സ് വരുന്ന ഏതാ? ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ 52 103 46 ഗുണിച്ചാൽ കിട്ടുന്ന ആ വലിയ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന നമ്പറോ ഏത് തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി ചെയ്താണ് ഞാൻ. ഇപ്പൊ 412 ഗുണിക്കണം എന്താണ് 35 ഗുണിക്കണം എന്താണെന്ന് വെച്ചാല് 47, ഇതായിരിക്കോട്ടെ 47. ഓക്കെ. ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനത്ത് എത്ര വരിക നിങ്ങളൊന്ന് പറഞ്ഞേ? 10. യെസ്, ആദ്യം 2ഉം എന്ത് ചെയ്യാ 5 ഗുണിക്കുക. 2ഉം 5 ഗുണിച്ചു കഴിഞ്ഞാൽ എനിക്ക് 10 കിട്ടും. അപ്പൊ ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള 0 എടുത്തിട്ട് വേണം അടുത്ത സംഖ്യനെ ഗുണിക്കാൻ. ഓക്കെ ആണേ. അല്ലെ 10 7 ഗുണിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് പറയുന്നത് 10 7 ഗുണിച്ചാൽ നിങ്ങൾക്ക് 70 കിട്ടും. 70 ആണെങ്കിലും അവസാനം 0 തന്നെ കിട്ടും.
എങ്ങനെയാലും ഇതിന്റെ 0 എടുത്ത് ഗുണിച്ചാൽ മതി, എന്നാൽ വലിയ ബുദ്ധിമുട്ടില്ല. ഇതിന്റെ 0 7 ഗുണിച്ചാൽ എത്ര തന്നെ കിട്ടുമോ? 0. 0. അപ്പൊ ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന ഏതാ? 0 ആണ്. 0 ആണ് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. ഓക്കെ ആണ്. ഇത് ഈ സംഭവം നിങ്ങൾക്ക് ക്ലിയർ ആയി നോക്കിയാൽ യൂണിറ്റ് സ്ഥാനത്ത് വരുന്നത്, അതായത് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന ഡിജിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എല്ലാ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തുള്ളത് ഗുണിച്ച് എന്നിട്ട് നോക്കിയാൽ മതി ഒറ്റയുടെ സ്ഥാനത്ത് ഏതാ വരുന്നത് എന്നുള്ളത്. ക്ലിയർ ആണ്. ഞാൻ ഓരോ ലാസ്റ്റ് ഒന്നുകൂടി തരാം, നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഒഴിവായി പോട്ടെ. ഒരു 568 ഗുണിക്കണം 32 ഗുണിക്കണം 64. ഇത് പറഞ്ഞേ ഒറ്റയുടെ സ്ഥാനത്ത് എത്ര വരിക എന്നുള്ളത്? 16 × 4. യെസ്, 4. നിങ്ങള് 24 നോക്കണേ എനിക്ക് കിട്ടുന്നുണ്ടോന്നില്ല കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്ത് നോക്കണേ. ഈ മാത്സ് ചെയ്യുമ്പോൾ പെന്നും പേപ്പറും നിർബന്ധമായിട്ട് അടുത്ത് തന്നെ വേണം. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എടുത്തു പോകുമ്പോൾ മനസ്സിലാവും, പക്ഷെങ്കിൽ പിന്നെ അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതില് 8 ഉം 2 ഉം 16 ഗുണിക്കുക, അപ്പൊ 16 കിട്ടും. ഇനി 16ന്റെ അപ്പൊ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന 6ഉം പിന്നെ അടുത്ത നമ്മുടെ വിട്ടുപോയിട്ടുള്ള ഒരു സംഖ്യയില്ലേ 64, ഇത് രണ്ടും തമ്മിൽ ഗുണിക്കുക. സോ 6 4 24 4 ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ. ഓക്കെ ആണേ, ഇത് ക്ലിയർ ആണല്ലോ? റെഡി അല്ലേ? പിന്നെ വേണമെങ്കിൽ ഒരു പോയിന്റ് ഇവിടെ ഇങ്ങനെ ഓർത്തിച്ചാൽ മതി. ഇതിൽ എവിടെയെങ്കിലും ഒരു 0 ലാസ്റ്റ് 0 വരുന്ന ഒരു സംഖ്യ വന്നിട്ടുണ്ട്, ഇപ്പൊ 70 എന്നങ്ങ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും, പിന്നെ നമ്മൾ 0 ആയിട്ടല്ല മൾട്ടിപ്ലൈ ചെയ്യുന്നത് എല്ലാ സംഖ്യകളും, അപ്പൊ 0 ആയിരിക്കും എപ്പോഴും ലാസ്റ്റ് വരുന്നത് കേട്ടോ. വേണമെങ്കിൽ ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി, നിങ്ങൾ ഗുണിക്കുമ്പോൾ ഓൾറെഡി കിട്ടിക്കോളൂ. ഇപ്പൊ 70 എന്നുള്ള സംഖ്യ കൂടി ഇതിനൊപ്പം ഗുണിക്കുന്നുണ്ട്, പിന്നെ എന്ത് ഗുണിച്ചു കഴിഞ്ഞിട്ടും കാര്യമില്ല, അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് നടന്ന ഏത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. കാരണം 0 ലാസ്റ്റ് ഡിജിറ്റ് വന്ന് മറ്റുള്ള ഏത് സംഖ്യ എടുത്ത് ഗുണിച്ചു കഴിഞ്ഞാലും ലാസ്റ്റ് എത്ര തന്നെ വരും? 0 തന്നെ വരും. അപ്പൊ ഇത് ഈ ഒരു കാര്യം ഒന്ന്. അപ്പൊ ഇന്ന് എടുത്ത ടോപ്പിക് എന്താ? യൂണിറ്റ് ഡിജിറ്റ് കേട്ടോ. യൂണിറ്റ് സംഖ്യ കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തതാണ് പറയാൻ പോകുന്നത്. നമുക്ക് ഇന്നത്തെ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞതിന് ശേഷം നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ? ഇനി അടുത്തത് ഇതില് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും ഘടകക്രിയ അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യുക. ഇന്നലെ ഞാൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞില്ല. ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് നമ്പറുമായിട്ട് ഹരിക്കുമ്പോ കിട്ടുന്ന സംഖ്യകൾ. അതെ, ഒരു ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഘടകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പറിനെ ഹരിക്കാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും ആണ്. അപ്പൊ അഭാജ്യ സംഖ്യകൾക്ക് 2 ഫാക്ടേഴ്സേ ഉണ്ടാവും അല്ലെ, 2 ഘടകങ്ങളെ ഉണ്ടാവും. ആ സംഖ്യയും 1 മാത്രം. അതൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. ഇപ്പൊ ഞാനൊരിപ്പോ ഒരു ഒറ്റ നമ്പർ എടുക്കുവാണെങ്കിൽ ഇപ്പം 12 നമ്പർ എടുക്കുവാണെങ്കിൽ ഏതൊക്കെ ഘടകങ്ങൾ ഇതിന്? 1 വരും, 1 3 2 3 6 12. ഓക്കെ, ഇത് നോക്കി, ഇതിന് 6 ഘടകങ്ങളുണ്ട് അല്ലെ. 12 ഒരു ഘടകമാണ്, 1 കൊണ്ടായിരിക്കാൻ പറ്റും, 2 കൊണ്ടായിരിക്കാൻ പറ്റും, 3 കൊണ്ട്, 4 കൊണ്ട്, 6 കൊണ്ട്. റെഡി? ഇനി അടുത്തത് നമ്മൾ എങ്ങനെയാണ് ഒരു സംഖ്യേനെ അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സിന്റെ ഘടകങ്ങളാക്കിയിട്ട് എഴുതുന്നതാണ് അടുത്ത പഠിക്കാൻ പോകുന്നത് കേട്ടോ. എന്താ പഠിക്കാൻ പോകുന്നത്? ഞാനിപ്പോ നോക്കി, ഇപ്പൊ എനിക്ക് ഈ 12 എന്നുള്ള നമ്പറിനില്ലേ കുറെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് എഴുതാൻ പറ്റും അല്ലെ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയണം, 3 × 4 എന്ന് എഴുതാൻ എനിക്ക് 3 × 4 എന്ന് എഴുതിക്കൂടെ? 3 × 4 ആണല്ലോ 12. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? 2 × 6 എന്ന് എഴുതാം, അത് 12 തന്നെയാണ്. അല്ലെങ്കിൽ എനിക്ക് 1 × 12 എന്ന് എഴുതാം, അതും അത് തന്നെയാണ്, 12 തന്നെയാണ്. അപ്പോ ഒരു നമ്പറിനെ എടുത്തു കഴിഞ്ഞല്ലേ, ലോകത്തുള്ള ഏത് നമ്പറിനെ എടുത്താലും അതിനെ പ്രൈം നമ്പേഴ്സിന്റെ എന്താക്കി മാറ്റാന്നറിയോ? എനിക്ക് പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് എഴുതാൻ പറ്റും ഏത് നമ്പർ എടുത്താലും. അതാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്താ പഠിക്കാൻ പോകുന്നത്? ഏതും ഒരു നമ്പറിനെ എടുത്തു കഴിഞ്ഞാൽ അതിനെ പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് എങ്ങനെ എഴുതുക എന്നുള്ളത്. അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടത്? സിമ്പിൾ ആണ് സംഭവം, പരിപാടി എളുപ്പത്തിൽ കഴിയും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ഒരു സംഖ്യ 20 ആണെങ്കിൽ 20നെ എന്ത് ചെയ്യാം? ഇങ്ങനെ അടിയിലോട്ട് ഒരു വര ഇട്ടിട്ട് 2 കൊണ്ട് തുടങ്ങാം. പ്രൈം നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാലോ, 2 3 5 7 എന്ന് പറഞ്ഞിട്ട് പോകും. മിക്കവാറും 2 3 5 7 ഒക്കെ എത്തുമ്പോൾ തന്നെ ആദ്യം 2 കൊണ്ടായിരിക്കാൻ പറ്റും നോക്കാം. അപ്പൊ 20നെ 2 കൊണ്ടായിരിക്കാം ആണല്ലോ. 20നെ 2 കൊണ്ട് അരിച്ചാൽ എത്ര കിട്ടും? 10 കിട്ടും. അത് താഴെ എഴുതുക. എത്രയാണോ ആ അരിച്ച് കിട്ടുന്ന സംഖ്യ താഴെ എഴുതുക.
ഇനി വീണ്ടും നോക്കാം, രണ്ടുകൊണ്ട് ഇനി വീണ്ടും ഹരിക്കാൻ പറ്റുമെന്നുള്ളത്. പറ്റുമല്ലോ, എല്ലാ രണ്ടുകൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ അതിൽ ഡൗട്ട് ഒന്നുമില്ല. അപ്പൊ വീണ്ടും ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അപ്പൊ നോക്കി ഈ കിട്ടിയിരിക്കുന്നൊക്കെ പ്രൈം നമ്പേഴ്സ് അല്ലേ? ഈ ഇടത് സൈഡിൽ കിട്ടിയിരിക്കുന്ന ഏതൊക്കെയാ? 2 ഇൻറ്റു 2 ഇൻറ്റു 5 ആണല്ലോ. അത് മൊത്തം നമ്മൾ മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും എന്ന് അറിയാം, നിങ്ങൾക്ക് 20 കിട്ടും. ഓക്കെ, അപ്പോ എന്താ ഞാൻ എഴുതിയിരിക്കുന്നത്? ആ 20 എന്നുള്ള നമ്പറിനെ പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് എഴുതി. പ്രൈം നമ്പേഴ്സിന്റെ എനിക്ക് എല്ലാതെ തന്നെ ഇഷ്ടം പോലെ മൾട്ടിപ്പിൾ ആയിട്ട് 20 എഴുതാം. എനിക്ക് 10 ഇൻറ്റു 2 എഴുതാം. പക്ഷെ 10 ഒരു പ്രൈം നമ്പർ അല്ല. ഈ പ്രൈം നമ്പർ ചെയ്യുന്നതിൽ ഒരു ഗുട്ടൻസ് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്തിനാ ഇങ്ങനെ തന്നെ പഠിക്കുന്നത് എന്നുള്ളത്. എങ്കിൽ അടുത്തൊരു സംഖ്യ ഞാൻ ജസ്റ്റ് അടുത്തൊന്ന് പറയാൻ പോവാണേ. അടുത്തത് 30 ആയിക്കോട്ടെ. 30 ഏത് സംഖ്യ എടുത്ത് നോക്കണം? ആദ്യം ചെക്ക് ചെയ്യണം. ഏതെടുത്തിട്ട് നോക്കണം ഹരിക്കാൻ പറ്റുമെന്ന്? 2 എടുത്ത് നോക്കണം. അതായത് പ്രൈം നമ്പേഴ്സ് ഓരോന്നോരോന്നായിട്ട് ഏറ്റവും ചെറുതൊന്ന് മുകളിലോട്ടേക്ക് എടുത്ത് നോക്കാം. 2 എടുത്തു. അങ്ങനെയാണെങ്കിലോ 30 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? അടിയിൽ എഴുതണം. 2 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ എളുപ്പമാണ്. നേരെ പകുതി എടുത്താൽ മതി. ഒരു നമ്പറിനെ 2 കൊണ്ട് ഹരിക്കുന്ന ഉദ്ദേശിച്ചാൽ എന്താ? 2 ഭാഗമാക്കുവാണ് ഈക്വൽ ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ പകുതി കിട്ടും എന്നുള്ളതാണ് മനസ്സിലോർത്ത് വെച്ചാൽ മതി. അപ്പൊ 15. ഇനി 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. ഒറ്റ സംഖ്യ ആണെങ്കിൽ 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കുന്ന കേസാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഇനി 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ 3 കൊണ്ട് നോക്കാം. 3 കൊണ്ട് ഹരിക്കാൻ പറ്റി കഴിഞ്ഞാൽ 3 കൊണ്ട് നോക്കാം. 15നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 5. ഓക്കെ, അപ്പൊ 30നെ ഏതൊക്കെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് ചെയ്ത് എനിക്ക് 2 ഇൻറ്റു 5 എന്ന രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ ആണ്. 2 ഇൻറ്റു 3 ഇൻറ്റു 5 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പറയാണ്. 45 ഏതുകൊണ്ടായിരിക്കാൻ പറ്റും? തുടങ്ങാം. 2 കൊണ്ട് പറ്റുമോ? പറ്റൂല. 5 അതിന്റെ മുമ്പ് ഏതുകൊണ്ട് പറ്റും? 3 കൊണ്ട് പറ്റും. 3 കൊണ്ട് ഒരു സംഖ്യനെ ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാനേ ഒരു സൂത്ര വഴി ഉണ്ട്. എന്താ അറിയാം നമുക്കത്? ഇതിലെ അക്കങ്ങൾ തമ്മിലൊന്ന് കൂട്ടി നോക്കിയാൽ മതി. 4 5 കൂട്ടി എത്ര വരും? 9നെ 3 കൊണ്ട് ഹരിക്കാമല്ലോ. അപ്പൊ എന്താ പറ്റൂ? 45നെ 3 കൊണ്ട് ഹരിക്കാം കേട്ടോ. അത് ട്രിക്കാണ്. അതൊന്ന് മൈൻഡിൽ ഓർത്ത് വെച്ചാൽ നല്ലതാ. അത് ഇപ്പൊ ഞാൻ ജസ്റ്റ് എല്ലാത്തിനും നോക്കാൻ പറ്റുമോ? എങ്ങനെ? അപ്പൊ അതിപ്പോ 25നെ ഇപ്പൊ നമ്മള് നോക്കുകയാണെങ്കിൽ ഇപ്പൊ 2 കൊണ്ട് പറ്റുമെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കണമെങ്കിൽ 2 കൂട്ടി വെക്കാൻ അങ്ങനെ പറ്റുമെന്ന്. ഇത് മാത്രമേ പറ്റുള്ളൂ? അല്ലല്ല, എല്ലാത്തിനും പറ്റും. 3 കൊണ്ട് ഹരിക്കുന്നതിന്റെ റൂളാണത്. 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്നുള്ള ചെക്ക് ചെയ്യാന്നുള്ള റൂളാണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു സംഖ്യ ചെയ്തോണേ. 251 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിൽ അക്കങ്ങളൊക്കെ ഒന്ന് കൂട്ടി നോക്കാം. 8 ആണ്. 8നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പൊ 251 എന്ത് ചെയ്യാൻ പറ്റില്ല? 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. ഓക്കെ, 972 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കാൻ കൂട്ടി നോക്കാം നമ്പേഴ്സ്. 9 വരും. 9 7 16 2 18. 18നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ 972നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഹരിക്കാൻ പറ്റൂല്ല എന്ന് മാത്രമാണ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ഹരിക്കുന്നില്ല ഇവിടെ. അപ്പൊ 45 4 5 9 എന്ന് കിട്ടും. അപ്പൊ 3 കൊണ്ട് ഹരിക്കാം എന്തായാലും. അപ്പൊ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും എന്നുള്ളത് നിങ്ങൾ ഹരിച്ച് തന്നെ താഴെ എഴുതണം. 45നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 15. ഇനി വീണ്ടും 3 കൊണ്ട് പറ്റുമല്ലോ. 15നെ 5 1 6 15നെ ഹരിക്കാൻ പറ്റും. അപ്പൊ എത്ര വരും? 5. അപ്പൊ നോക്കിക്കോളെ, 45 എന്നുള്ള നമ്പറിനെ ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കിയേ. പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ആക്കിയിട്ട് മൾട്ടിപ്പിൾ ആക്കിയിട്ട് എഴുതി. എങ്ങനെയാ? 3 ഇൻറ്റു 3 ഇൻറ്റു 5 ഗുണിച്ചാൽ എത്ര കിട്ടും? 45 കിട്ടും. ഓക്കെ, 45ന്റെ ഘടകങ്ങൾ ഇത് മാത്രമല്ലേ. 45ന് വേറെ ഒത്തിരി ഘടകങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ 12നെ നമ്മൾ എഴുതിയിരുന്നെങ്കിൽ നോർമൽ നോക്കി. 12ന് നേരത്തെ എത്ര ഘടകങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു? 1 2 3 4 പിന്നെന്താ 6 12. ഇതൊക്കെ 12ന്റെ ഘടകങ്ങളായിരുന്നു. പക്ഷെ 12നെ പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ആക്കി എഴുതുമ്പോൾ നിങ്ങൾ നോക്കി എങ്ങനെ എഴുതുക എന്നുള്ളത്. നമ്മൾ 12നെ 2 കൊണ്ട് ഹരിച്ചു. അപ്പൊ എത്ര കിട്ടും? 6. വീണ്ടും 2 കൊണ്ട് ഹരിച്ചു. അപ്പൊ എത്ര കിട്ടും? 3. ഓക്കെ, അപ്പോ ഇവിടെ
പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് മാത്രമാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് ആണ് ഇവിടെ എഴുതുന്നത്. ഇനി അപ്പൊ ഞാൻ ഈ 12നെ മാറ്റി ഒന്ന് എഴുതുന്നുണ്ട്. ഇവിടെ 12 ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 3 എന്ന് എഴുതാം. ഓക്കെ, 2 × 2 × 3. ഡൗട്ട് ഇല്ലല്ലോ 12നെ ഞാൻ മാറ്റി 2 × 2 × 3 എന്ന് എഴുതിയത്. ഇനി നോക്കിക്കോളെ ഇവിടെ. ഇനി ഞാൻ അടുത്തൊരു ട്രിക്ക് ഉപയോഗിക്കാൻ പോകണം. ഇവിടെ അടുത്താണ് നമ്മൾ ഈ പഠിക്കുന്ന. എന്തിനാണ് ഇത് പഠിക്കുന്നത്? ക്വസ്റ്റ്യൻ എങ്ങനെയാ വരിക എന്ന് വെച്ചാലേ, 12 ഈ നമ്പർ ഏതെങ്കിലും ഒരു നമ്പർ വന്നിട്ട് അതിന് എത്ര ഘടകങ്ങൾ ഉണ്ടെന്ന് ചോദിക്കും. എങ്ങനെയാ ചോദിക്കുക? 12 എന്നുള്ള നമ്പർ കേട്ടോ, അതിന് എത്ര ഘടകങ്ങൾ ഉണ്ടെന്നുള്ള കണ്ടുപിടിക്കാം. നിങ്ങൾ ഇതുപോലെ 1, 2, 3, 4, 6, 12 എന്ന് എഴുതി നോക്കും, ചെറിയ നമ്പർ ആണെങ്കിൽ. പക്ഷെ വലിയ നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമോ? അതിനാണ് നമ്മൾ ഇത് പഠിക്കുന്നത്, ഈ ഒരു കാര്യം പഠിക്കുന്നത്. അപ്പൊ 12ന് എത്ര ഘടകങ്ങൾ ഉണ്ട് ശരിക്കും? 12ന്റെ ഘടകങ്ങള് 6 ഘടകങ്ങൾ. അത് സിമ്പിൾ ആയിട്ട് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നിങ്ങള് 12നെ ഇതേപോലെ പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതുക, മൾട്ടിപ്പിൾ ആക്കിയിട്ട് എഴുതുക. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റൂ? 2 × 2 × 3 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നോക്കിക്കോളാം, ഒരേപോലെയുള്ള സംഖ്യകൾ വരുന്നുണ്ട് നോക്കാം. 2 × 2 വരുന്നുണ്ടല്ലോ. അതിനെ എങ്ങനെ എഴുതാന്നറിയോ? 2 × 2നെ സൗണ്ട് വരുന്നു, ഒന്ന് മ്യൂട്ട് ചെയ്യണേ നിങ്ങള്, കുട്ടിയുടെ സൗണ്ട് വരുന്നത്. അപ്പൊ 2 × 2നെ ഞാൻ എന്ത് ചെയ്തു? 2 സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, പ്രശ്നമില്ലല്ലോ. 2 × 2നെ എങ്ങനെ എഴുതിയത്? 2 × 2 2/2 ആവും. ഇനി 3ന് 3/1 ആണ്. 3 ഒറ്റ പ്രാവശ്യമല്ലേ ഇവിടെ ഉള്ളൂ. അപ്പൊ 3/1 എന്ന് എഴുതി. ഓക്കെ, ഈ എഴുതിയാൽ പ്രശ്നമൊന്നുമില്ലല്ലോ, ഡൗട്ടൊന്നും ഇല്ലല്ലോ ഇതില്. ഇനി എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എത്ര ഘടകങ്ങൾ ഉണ്ടെന്നുള്ള കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താമെന്നറിയത്, അതിനുള്ള ട്രിക്കാണ് ഈ പറയുന്നത്. എത്ര ഘടകങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഈ 2ലെ മുകളിലിരിക്കുന്ന എല്ലാത്തിനും പവറിലുള്ള നമ്പേഴ്സ് എടുക്കുക. പവറിലുള്ള നമ്പേഴ്സ് ഇവിടെ എത്രയാ പവറിലിരിക്കുന്ന നമ്പേഴ്സ്? 2 അല്ലേ? 1 എല്ലാത്തിനോടും 1 കൂട്ടിയിട്ട് ഗുണിക്കുക. അപ്പൊ 2 1 കൂട്ടി എത്ര വരും? 3. അടുത്തത് 1 കൂട്ടിയാൽ എത്രയാവും? 2. അപ്പൊ 3 × 2 ഗുണിച്ചാൽ 6. സോ ഇതാണ് ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഘടകങ്ങൾ. ഏതിന്റെ? 12ന്റെ ഘടകങ്ങൾ, ടോട്ടൽ ഘടകങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇതില് നോക്കിയോ, നമ്മൾ എഴുതി വെച്ചില്ല എത്ര ഘടകങ്ങളുണ്ട് ഇവിടെ? 6 ഘടകങ്ങളുണ്ട്. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക എങ്ങനെയാണെന്നുള്ള ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുക. എങ്ങനെയാ? 2/3 എന്താണ് 3/2. ഇതിലെ എത്ര ഘടകങ്ങൾ ഉണ്ടെന്ന് ചോദിക്കും. ഈ നമ്പറിന് എത്ര ഘടകങ്ങൾ ഉണ്ടെന്ന് ചോദിക്കും. അപ്പൊ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇവിടെ 3 × 2 മൾട്ടിപ്ലൈ ചെയ്യല്ലേ? 3ന്റെ കൂടി 1 കൂട്ടുക. അപ്പൊ എത്ര വരും? 2 + 1 7. അപ്പൊ എത്ര? അല്ല, എന്നിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ 4ഉം 3ഉം ഗുണിച്ചാൽ എത്ര വരും? 12. അപ്പൊ 12 ഘടകങ്ങൾ ഉണ്ടാവും ഈ നമ്പർ. ഇത് ഒരു വലിയ നമ്പർ ആണ്, നിങ്ങൾ ചെറിയ നമ്പർ ആണെന്ന് വിചാരിക്കുന്നത്. 2/3 എന്ന് വെച്ചാൽ എന്താണ്? 2/3 എന്ന് വെച്ചാൽ 8 വരിക. 3/2 എന്ന് വെച്ചാൽ 3 × 3 ആണ് 9. അപ്പൊ 8 × 9 എന്ന് വരും. 72 ആണ് ഈ സംഖ്യ. ഈ സംഖ്യ എന്ന് പറയുന്നത് 72 കേട്ടോ. 72ന്റെ എത്ര ഘടകങ്ങൾ ഉണ്ടെന്ന് അവിടെ ചോദിക്കുന്നത്? 12 ഘടകങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇതേപോലെ ഇപ്പൊ നമുക്ക് ഇതുപോലെ ചോദിക്കും. ഇപ്പൊ 3/3 × 5 സ്ക്വയർ എന്ന സംഖ്യക്ക് എത്ര ഘടകങ്ങൾ ഉണ്ടെന്ന് ചോദിക്കും. അപ്പൊ ഇതിന് എത്ര ഘടകങ്ങൾ ഉണ്ടാവും? 4 × 3 അല്ലേ? പവർ എടുക്കുക, 1 കൂട്ടുക. അപ്പൊ എത്ര വരും? 4. ഇവിടെ പവർ 2 ആണ്, എത്ര വരും? 3. 4 അപ്പൊ എത്ര വരും? 12. ഓക്കെ ആണേ. ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അല്ലാതെ ജസ്റ്റ് ഒരു നമ്പർ തന്നിട്ടല്ല ചോദിക്കുക. നിങ്ങൾ ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, തന്നിരിക്കുന്ന നമ്പേഴ്സ് പ്രൈം തന്നെയായിരിക്കണം കേട്ടോ, അഭാജ്യ സംഖ്യ തന്നെ ആയിരിക്കണേ. അല്ലാതെ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പം എന്താണ് ഒരു വേറെ ഏതെങ്കിലും നമ്പർ ആയിട്ട് തരുത്തരുത്. ഇങ്ങനെ തന്നെയാണ് തരുകയും ചെയ്യാം. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇതാണ് ഒരു കാര്യം നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ഒരു കാര്യം. ഇനി ഇന്ന് പഠിക്കാനുള്ള ലാസ്റ്റ് ഇതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കുറെ കൂടി വ്യക്തമാവും.
എങ്ങനെയാണ് ഒരു ഇതുപോലെ ഘടകക്രിയ ചെയ്താൽ എങ്ങനെയാണ് ഒരു പൂർണ്ണവർഗ സംഖ്യ എന്നുള്ള പറഞ്ഞുതരാം. പൂർണ്ണവർഗ സംഖ്യ ഓർമ്മ ഉണ്ടോ? നിങ്ങൾ ഞാൻ സ്ക്വയർ പഠിക്കാൻ പറഞ്ഞു. 1ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 1 അല്ലെ, 2ന്റെ സ്ക്വയർ എന്ന് വെച്ചാല് 4, 3ന്റെ സ്ക്വയർ എന്ന് വെച്ചാല് 9, 4 സ്ക്വയർ 16, 16. ഈ സൈഡിൽ വരുന്നത്, അപ്പോ ഈ സൈഡിൽ വരുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു നമ്പറിന്റെ സ്ക്വയർ ആണ് ഈ വലത് സൈഡിൽ വരിക. ഇതൊക്കെയാണ് പൂർണ്ണവർഗ സംഖ്യകൾ കേട്ടോ. പൂർണ്ണവർഗ സംഖ്യകളാണ് ആ ഇടത് സൈഡ് തന്നിരിക്കുന്ന വലത് സൈഡിൽ തന്നിരിക്കുന്ന സംഖ്യകളൊക്കെ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പൊ ഇതിൽ 16 ഒരു പൂർണ്ണവർഗ സംഖ്യയാണെന്ന് കിട്ടിയല്ലോ. 16 ഞാൻ എന്ത് ചെയ്യാണ്, ഈ പ്രൈം നമ്പേഴ്സിന്റെ ഘടകങ്ങളാക്കി ചെയ്തുവാണ്. അപ്പൊ 16 ആദ്യം ഞാൻ എന്തുകൊണ്ടായിരിക്കും 2 കിട്ടി, അടുത്ത 4 കിട്ടി, 2 കിട്ടി, കഴിഞ്ഞല്ലോ. അപ്പൊ ടോട്ടലായി എത്ര? 2 × 2 × 2 × 2 ചെയ്താൽ എന്ത് കിട്ടും? 16 എന്നുള്ള നമ്പർ കിട്ടും. അപ്പൊ ഇവിടെ ഞാൻ അടുത്ത വേറെ നമ്പർ വെറുതെ ഒന്ന് എടുക്കുവാണ്. അടുത്തൊരു നമ്പർ എടുക്കുന്നത് വെച്ചാല് 40 ആയിക്കോട്ടെ. 40 എന്നുള്ള നമ്പറിനടുത്ത് ഞാൻ ഘടകക്രിയ ചെയ്യാണ്. അപ്പൊ 2 ഉണ്ടായിരിക്കും. അപ്പൊ എത്ര കിട്ടും? 20. വീണ്ടും 2 ഉണ്ടായിരിക്കാം. അപ്പൊ എത്ര കിട്ടും? 10. ഇങ്ങോട്ട് 2 ഉണ്ടായിരിക്കും. എത്ര കിട്ടും? 5. കഴിഞ്ഞേ. ഇതോടെ ഇതിന്റെ കേസ് കഴിഞ്ഞു. അപ്പോ ഈ പൂർണ്ണവർഗ സംഖ്യകൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് അറിയാം. ഇതില് ഒരു നമ്പർ തന്നെ എത്ര പ്രാവശ്യം മൾട്ടിപ്പിൾ ഉണ്ടാവും എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട്. ഏതില്? പൂർണ്ണവർഗ സംഖ്യകൾക്ക്. ഇപ്പൊ ഇവിടെ നോക്കി 2 എത്ര പ്രാവശ്യം ഉള്ളത് നോക്കി. ഇവിടെ എത്ര പ്രാവശ്യം ഉണ്ട്? 1, 2, 3, 4. അതായത് 2, 4, 6 ഇങ്ങനെയായിരിക്കും അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവുക. ഒരൊറ്റ സംഖ്യയായിട്ട് ഉണ്ടാവില്ല. ഒറ്റക്ക് ഇപ്പൊ 3 2 ഉണ്ടാവില്ല, 5 2 ഉണ്ടാവില്ല. ഓക്കെ, അതാണ് പറഞ്ഞു വന്ന എന്താ പൂർണ്ണവർഗ സംഖ്യകളുടെ പ്രത്യേകത എന്ന് വെച്ചാല് അതില് അഭാജ്യ സംഖ്യകളുടെ ഘടകങ്ങളാക്കിയാല് അതില് എന്തായിരിക്കും ഉണ്ടാകുന്നത്? എല്ലാ നമ്പേഴ്സും ഈവൺ നമ്പേഴ്സ് ആയിട്ട് ഉണ്ടാവും. ഈവൺ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഒന്നെങ്കിൽ 2 ഉണ്ടാവും, അല്ലെ 4 6 അങ്ങനെ അത്ര എണ്ണം ഉണ്ടാവും അതില്. പക്ഷെ ഇവിടെ നോക്കിയ 40 എന്നുള്ള പൂർണ്ണവർഗമാണോ? അല്ല. അതുകൊണ്ടാണ് ഇവിടെ 2 വന്നിരിക്കുന്നത്. നോക്കി എത്ര പ്രാവശ്യം വന്നിരിക്കുന്നത്? 3 പ്രാവശ്യം. ഈ 5 വന്നിരിക്കുന്ന എത്ര പ്രാവശ്യ? 1 പ്രാവശ്യം. അപ്പൊ ഈ 40 നമുക്ക് പൂർണ്ണവർഗമാക്കാൻ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഒരു 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എന്താവും? 4 ഉണ്ടാവില്ല. ഒരു 2 കൊണ്ട് കൂടി മൾട്ടിപ്പിൾ ചെയ്താൽ 4 ഉണ്ടായല്ലോ. ഓൾറെഡി 3 2 ഉണ്ടല്ലോ ഇതിൽ ഇവിടെ. ഓക്കെ ആണേ, ഇത് പറയുന്ന ഒന്ന് ശ്രദ്ധിക്കണേ. ഓൾറെഡി നമുക്ക് ഇവിടെ എത്ര 2 ഉണ്ട് ഇതില് 40 പ്രൈം നമ്പേഴ്സ് ആയിട്ട് 3 2 ഞാൻ ഒരു 2 കൊണ്ടും ഗുണിക്കുവാണേ. 5 ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ, നമുക്ക് 2 പ്രാവശ്യം വേണം അല്ലെ. ഒരു 5 കൊണ്ട് ഗുണിച്ചാൽ എന്ത് ചെയ്യുമെന്ന് അറിയോ? ആ 40 എന്നുള്ള സംഖ്യ ഒരു പൂർണ്ണവർഗ സംഖ്യയായിട്ട് മാറും. അതാ പറഞ്ഞ ഒരു 2 കൊണ്ടും ഒരു 5 കൊണ്ടും ഈ 40 ഗുണിച്ചാല് 40 എന്നുള്ള സംഖ്യ ഗുണിച്ചു കിട്ടുന്ന സംഖ്യ എന്തോ ആവട്ടെ കേട്ടോ, അതിനെപ്പറ്റി പറയുന്നില്ലേ ഞാൻ. 40 ഒരു 2 കൊണ്ടും ഒരു 5 കൊണ്ട് ഗുണിച്ചാൽ എന്തായിട്ട് മാറും? അത് ഒരു പൂർണ്ണവർഗ സംഖ്യയായിട്ട് മാറും. ഒരു എക്സാമ്പിൾ അടുത്തത്. അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത്. ഇങ്ങനെയായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. 50 എന്നുള്ള സംഖ്യയെ ഏത് കൊണ്ട് ഗുണിച്ചാലാണ് പൂർണ്ണവർഗമാവുക എന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക കേട്ടോ. 50 എന്നുള്ള സംഖ്യയെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗ സംഖ്യയായിട്ട് മാറും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ? 50 എന്ത് ചെയ്യും? ഇങ്ങനെ ഘടകക്രിയ 2 കൊണ്ട്. അപ്പൊ എത്ര വരും? 25. അടുത്തതോ 3 കൊണ്ടായിരിക്കാൻ പറ്റില്ല. 25 5 കൊണ്ടേ പറ്റും. അപ്പൊ 5 കൊണ്ട് വെച്ചാൽ 25 5 കൊണ്ട് വെച്ചാൽ എത്ര വരും? 5. ഓക്കെ, അപ്പൊ കഴിഞ്ഞ് ലാസ്റ്റ് എത്തി. അപ്പൊ ഇതിൽ നോക്കി 5 2 ഉണ്ടല്ലോ, ഒരു പ്രശ്നമില്ല. ഈ 2 1 ഒരു പ്രാവശ്യം കൂടി വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? അതൊരു പൂർണ്ണവർഗമായിരുന്നു അല്ലെ? ആണല്ലോ. 5 2 ഇല്ലേ? അപ്പൊ 5ന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? 5നെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഏത് മാത്രം നോക്കിയാൽ മതി? 2 മാത്രം നോക്കിയാൽ മതി. അതായത് ഒറ്റക്ക് നിൽക്കുന്ന വെച്ചാല് 1 3 5 തവണകൾ നിൽക്കുന്ന നമ്പേഴ്സിനെ മാത്രം നോക്കിയാൽ മതി. ഇങ്ങനെ പെയറായിട്ട് നിൽക്കുന്ന നമ്പേഴ്സിനൊക്കെ നമുക്ക് ഒഴിവാക്കി കളയാം. അപ്പൊ ഒറ്റക്ക് നിൽക്കുന്ന നമ്പർ ഇവിടെ 2 ഉള്ളത്. അപ്പൊ ഇതിന് ഒരു പെയർ കൂടി കൊടുക്കുക. ഒരു പെയർ കൂടി കൊടുക്കുക എന്ന് വെച്ചാൽ ഒരു 2 കൂടി എന്ത് ചെയ്യുക? ഇതിന്റെ ഒപ്പം മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പൊ ഒരു 2 കൊണ്ട് കൂടി മൾട്ടിപ്പിൾ ചെയ്താൽ ആ കിട്ടുന്ന സംഖ്യ എന്തായിരിക്കും? ഒരു പൂർണ്ണവർഗ സംഖ്യ ആയിരിക്കും. അപ്പൊ 50നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്ര ആൻസർ? ഒരു ഡൗട്ട് ഉണ്ട്. നമ്മള്
25/5 ചെയ്തു. അപ്പൊ 5 കിട്ടി. ആ അപ്പൊ വീണ്ടും 5നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യണ്ടേ? വീണ്ടും 5നെ ഡിവൈഡ് ചെയ്യണം എന്ന് വെച്ചാൽ നോർമലി ചിലപ്പോൾ നിങ്ങൾ മുന്നേ ക്ലാസ് പഠിക്കുമ്പോൾ 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1 എന്ന് എഴുതിയിട്ടുണ്ടാവും. എഴുതാനുണ്ട്. നോർമൽ ചെയ്യുന്നതോടെ ഒരു കുഴപ്പമില്ല. നമുക്ക് അതിൽ ക്രിയ ഇവിടെ ചെയ്യുന്നുണ്ടോ ചെയ്യാത്തതുകൊണ്ടോ ഇതിനൊരു എന്ത് ചെയ്യില്ല, ഒരു മാറ്റം വരില്ല. അതുകൊണ്ടാണ് ഞാനത് പറയാറിഞ്ഞത്. ഓക്കെ, അവസാനം ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ശീലിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ഫോളോ ചെയ്തോ, ഒരു കുഴപ്പമില്ല. 5ന് 5 കൊണ്ട് അയച്ചിട്ട് അവസാനം 1 കിട്ടുന്ന രീതിയിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ഓർമ്മ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. 1ന് ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ലാസ്റ്റ് സ്റ്റെപ്പായി. അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 1 നോക്ക്, 1നെ നമുക്ക് 2 എണ്ണം ആക്കണമെങ്കിൽ 1 കൊണ്ട് മൾട്ടിപ്ലൈ, പിന്നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യില്ല, ഈ നമ്പറിനൊരു മാറ്റവും വരില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റെപ്പ് അതിൽ എന്തല്ല ഒരു ഇമ്പോർട്ടന്റ് അല്ല, അതൊരു ലാസ്റ്റ് ആയിരിക്കണം എന്നുള്ളത്. അപ്പൊ ഇതില് ഞാൻ പറഞ്ഞില്ലേ, ഇതില് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആകെ നിങ്ങൾക്ക് ഈ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരു നമ്പർ തരും, എന്നിട്ട് ആ നമ്പറിനെ നമ്പർ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതൊരു പൂർണ്ണ വർഗ്ഗമാവെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടണമെങ്കിൽ ഇതുപോലെ പ്രൈം നമ്പേഴ്സ് ആക്കിയിട്ട് എഴുതാൻ അറിയണം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ചോദിക്കുവാണെ, 60 എന്നുള്ള നമ്പറിനെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാണ് അത് പൂർണ്ണ വർഗ്ഗമാവുക? അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങണം? നിങ്ങളെ ഘടക ക്രിയ ചെയ്യാം. 2 കൊണ്ടായിരിക്കും ആദ്യം. അപ്പൊ എത്ര വരും? 30. വീണ്ടും 2 കൊണ്ടായിരിക്കും. എത്ര വരും? നോക്കട്ടെ, ഞാൻ ഇതില് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് അല്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണേ. നമ്പേഴ്സ് എന്നുള്ളതിൽ കുറച്ച് നല്ലൊരു ടോപ്പിക് തന്നെയാണ്. ഇന്ന് എടുക്കുന്ന സാധനങ്ങളൊക്കെ കുറച്ച് ഡീപ്പ് തന്നെയാണ്. പക്ഷെ വലിയ കാര്യങ്ങൾ നമുക്ക് അധികം പറയാനില്ല, കാരണം 2-3 കാര്യങ്ങളേ ഉള്ളൂ ഇതിലിപ്പോ പറയാൻ. ഇപ്പൊ വീണ്ടും 30നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 15. ഇനി 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. എത്ര ഉണ്ട്? 3 ഉണ്ട്. അപ്പൊ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 5. അപ്പൊ കഴിഞ്ഞട്ടോ. നിങ്ങൾ 5 കൊണ്ട് 5നെ ഹരിച്ചിട്ട് 1 എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല അവിടെ. അപ്പൊ ഇവിടെ നോക്ക്, നിങ്ങൾ പെയറായിട്ടുള്ള നമ്പേഴ്സ്, ഇതൊരു പെയറാ. ഇനി ഏതോ 3ന്റെ ഒപ്പം ഒരു 3 കൂടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പെയറായന അല്ലെ? ആണല്ലോ. അപ്പൊ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പെയർ ആവണമെങ്കിൽ. 5 ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എങ്കിലേ അത് പെയർ ആയിട്ട് മാറും. സോ ഒരു 3 കൊണ്ടും ഒരു 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ 3 × 5 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണോ? 60. 5 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു 3 കൊണ്ട് ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഒരു 3 ഒരു 5 എന്ന് വെച്ചാൽ എന്താ? 3 × 5 ഒരു 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി 60നെ. ക്ലിയർ ആണോ അല്ലയോ എന്ന് പറഞ്ഞു നിങ്ങള്? ക്ലിയർ ആണ്. അപ്പൊ ഇതിപ്പോ 900 കിട്ടിയിട്ട് അത് പൂർണ്ണവർഗ എത്ര കിട്ടുന്നൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക എങ്ങനെയാ വെച്ചാൽ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എന്ത് ചെയ്യുക, പൂർണ്ണവർഗമാവുക? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ആണെങ്കിൽ ആൻസർ 15. ഒരു ഓപ്ഷൻ ആയിട്ട് 15 ഉണ്ടാവും അതിൽ. റെഡിയാണേ? ഇതില് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട്, ആ ടൈമിൽ ചെയ്യാം. അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ കഴിയൂല. ഇനി ഇതില് അപ്പൊ 2 കാര്യങ്ങളായ, ഒന്ന് യൂണിറ്റ് ഡിജിറ്റിന്റെ ഫസ്റ്റ് ടോപ്പിക് ഞാൻ ഇന്നെടുത്ത് എന്താ, യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുന്നത്, ഏറ്റവും അവസാനത്തെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്കം. അതിനുശേഷം പ്രൈം നമ്പേഴ്സിന് ഇങ്ങനെ ഘടകങ്ങളാക്കിയിട്ട് എഴുതുന്നത്, പ്രൈം നമ്പറിന്റെ ഘടകങ്ങളാക്കിയിട്ട് ഒരു നമ്പർ തന്നെ എഴുതുന്നത്. പിന്നെ അതിൽ എത്ര ഘടകങ്ങൾ ഉണ്ടെന്നുള്ള പറഞ്ഞത്, അതിന്റെ പവർ മുകളിലുള്ളതിനെ കൊണ്ട് ഗുണിക്കുക. പിന്നെ മൂന്നാമത് പറഞ്ഞ കാര്യം എന്താ, ഇതില് ഒരു പൂർണ്ണ വർഗ്ഗമാക്കാൻ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഒരു സംശയം. അപ്പൊ ഈ സംഖ്യ മാറൂലേ ശരിക്കും? എങ്ങനെയാന്ന് സംഖ്യ എന്ന് വെച്ചാല് ക്ലിയർ ആയില്ല എനിക്കത്. 60 നില്ലതില്ലേ, 15 കൂടി ആഡ് ചെയ്യുമ്പോ 75 ആവൂലേ എന്നില്ല ഒരു സംശയം. 60 15 ആഡ് ചെയ്യുന്നല്ലേ, 15 കൊണ്ട് ഗുണിക്കുവാണ് അതിനെ. അതെ, 3 × 5 അല്ലേ? അപ്പം ഇത് പൂർണ്ണ വർഗ്ഗമാകുമ്പോ സംഖ്യ ശരിക്കും മാറുന്നില്ലേ? സംഖ്യ ശരിക്കും മാറും. 60 എന്നുള്ള സംഖ്യ മാറും. 60നെ 15 കൊണ്ട് ഗുണിക്കുമ്പോ എത്ര വരും? 900 അല്ലേ വരുന്നത്? 900 വരുന്നത്. സംഖ്യ മാറി, 900 ആയിട്ട് മാറി. അതായത് 60 എന്നുള്ള സംഖ്യയെ 900 ആക്കാൻ ഏത് കൊണ്ട് ഗുണിക്കണം എന്നാണെന്നായിരുന്നു അവര് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഒന്ന് ചുറ്റിയിട്ട് ചോദിച്ചാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. സംഖ്യ മാറും. സംഖ്യ 60 ഒരിക്കലും പൂർണ്ണവർഗ്ഗമല്ലല്ലോ. നമ്മളോട് ചോദിക്കുന്നത്
60ന് ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് അടുത്ത പൂർണ്ണവർഗം പെട്ടെന്ന് ഏറ്റവും ചെറിയ പൂർണ്ണവർഗം കിട്ടുന്നത്. അപ്പൊ 60നെ 15 കൊണ്ട് ഗുണിക്കണം, 900. അതാണ് തൊട്ടടുത്ത് വരുന്നത്. പിന്നെ അടുത്ത് വരുന്നത് എന്ത്? ഒരു പൂർണ്ണവർഗം നടന്നത്. നിങ്ങളായിരിക്കും 60 കഴിഞ്ഞ 68 ഇവിടെ കൂട്ടുന്ന കാര്യമല്ല കേട്ടോ പറയുന്നത്. അല്ല 64 64 ഒരു പൂർണ്ണവർഗമാണല്ലോ, 8ന്റെ സ്ക്വയർ അല്ല 64. ഇവിടെ കൂട്ടുന്ന കാര്യമല്ല പറയുന്നത്. 60നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് അടുത്തൊരു പൂർണ്ണവർഗം കിട്ടുന്നത്. അപ്പൊ ഗുണിക്കേണ്ട ആ സംഖ്യ കണ്ടുപിടിക്കലാണ് നമ്മളെ ഈ പെയറാക്കിയിട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ നോക്ക് നിങ്ങളത്? പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്നുള്ളതിന്റെ ട്രിക്ക് എന്തായിരുന്നു? അതൊന്ന് ഓർത്ത് നോക്കണേ. അത് ചില ആവശ്യത്തിൽ ചില ഘടകങ്ങളിൽ നമുക്ക് അക്കങ്ങളൊക്കെ ഒന്ന് കൂട്ടി നോക്കാം. ഓക്കെ, എന്നാ പറഞ്ഞേ 951 3 കൊണ്ട് ഹരിക്കാൻ പറ്റൂലെന്ന്? പറ്റും. 9 1 10 15 ഉള്ളത്. അപ്പൊ 15നെ ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് 951നെ ഹരിക്കാൻ പറ്റും. ഓക്കെ, ഇതേ റൂള് തന്നെയാണ് ഏതിനൊന്നും അറിയോ? 9നും. ഓക്കെ, ഇതേ റൂള് തന്നെയാണ് ഇതിന് 9ന്. അപ്പൊ അക്കങ്ങൾ കൂട്ടി നോക്കിയിട്ട് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കണം. എന്താ പറഞ്ഞത്? അക്കങ്ങൾ കൂട്ടി നോക്കിയിട്ട് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 171 9 കൊണ്ട് ഹരിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞേ. 7 1 8 1 9 അക്കങ്ങളുടെ തുക നടന്ന 9. 9ന് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ 171നെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഓക്കെ, സെയിം റൂള്. ആ നമ്പർ വെച്ച് നോക്കിയാൽ മതി. റെഡിയാണേ? 3ന്റെ 9ന്റെ ജസ്റ്റ് കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇനി 5ന്റെ ഒന്ന് പറയട്ടെ. 5 നിങ്ങൾക്ക് അറിയാവുന്ന കേസാ. ഒരു സംഖ്യ 5 കൊണ്ട് ഹരിക്കണമെങ്കിലില്ലേ, ഒരു സംഖ്യ പൂർണ്ണമായിട്ട് 5 കൊണ്ട് ഹരിക്കണമെങ്കിൽ അതിന്റെ അവസാനത്തെ അക്കം എത്രയായിരിക്കണം? 0 അല്ലെങ്കിൽ 0. ആ, 0 അല്ലെങ്കിൽ 0. എക്സാമ്പിൾ എടുക്കണം. 10 15 അല്ലെങ്കിൽ 20 25 അല്ലെ 30 35. അതായത് അവസാനം 0 അല്ലെങ്കിൽ 5 ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. യെസ്, ഇത്രയും കാര്യങ്ങൾ മതി. ഇനി നമ്മൾ പ്രീവിയസ് ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടാ? നമ്പേഴ്സ് എന്നുള്ള ടോപ്പിക്കിലാണ് ഇന്നലത്തതിന്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ഇത് നോക്കിയിട്ടേ ഇല്ല മാത്സ്. ആ, എന്നാ പറഞ്ഞോ 53ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതില്. എക്സും വൈയും 2 ഒറ്റ സംഖ്യകളായാൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇരട്ട സംഖ്യ ആകുന്നത് ഏത്? ഇങ്ങനെ എക്സും വൈയും എന്നൊക്കെ പറഞ്ഞിട്ട് തന്നതല്ലേ, നിങ്ങൾ 2 ഒറ്റ സംഖ്യകൾ ഇങ്ങ് എടുക്കും. അവിടെ എക്സും വൈയും 2 ഒറ്റ സംഖ്യകളായാൽ എന്നല്ല പറയുന്നത്. എക്സും ഒരൊറ്റ സംഖ്യ എടുക്കുക, വൈയും ഒരൊറ്റ സംഖ്യ എടുത്തിട്ട് അങ്ങ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ എടുക്കുക, ഒരു കുഴപ്പമില്ല. എപ്പോഴും അത് ശരിയായിരിക്കും. പറഞ്ഞോ, ഏത് സംഖ്യ എടുക്കുന്നത്? എക്സും വൈയും ഒറ്റ സംഖ്യ. 3 5 3 5 1 5 എടുക്കുന്ന കുഴപ്പമൊന്നുമില്ല. പറ്റുന്നത് ഒരു ഒന്നും അത് ഒഴിവാക്കി ഏതായാലും 3 5 എടുത്തിട്ട് നോക്കാം. എക്സ് ഇൻറ്റു വൈ എന്ന് വെച്ചാൽ എത്രയാ? 3 ഇൻറ്റു 5 3 15 ഇരട്ടയാണോ? അല്ല ഒറ്റയാണ്. അപ്പൊ ഓപ്ഷൻ അതല്ല, നമ്മുടെ ആൻസർ അതല്ല. ഓക്കെ, അടുത്തത് എക്സ് പ്ലസ് വൈ ചെയ്യാം. 5 അപ്പൊ എത്ര കിട്ടും? 8 ആണല്ലോ. ഇത് ഇരട്ടയല്ല. അപ്പൊ ഇത് എന്ന് വെച്ചാല് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നല്ലേ, ശരിയായിരിക്കണമെങ്കിൽ ഒന്ന് ശരിയായാൽ എല്ലാം ശരിയായിരിക്കും. അങ്ങനത്തെ ഒരു കേസിലെ ഇതിൽ വരും. ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവർ തരും. അപ്പൊ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് നോക്കിക്കോളെ, ഇതാണ് നമ്മുടെ ശരി. എക്സ് പ്ലസ് വൈ എന്നുള്ളത് എപ്പോഴും ഇരട്ടിയായിരിക്കും, എക്സും വൈയും ഒറ്റ സംഖ്യകളായാൽ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, വേറെ ഏതെങ്കിലും 2 ഒറ്റ സംഖ്യകൾ എടുത്ത് നോക്കുക. ഇപ്പൊ ഒറ്റ സംഖ്യകൾ നടന്ന 9, അടുത്ത വേറെ എന്ന് പറയുന്നത് 13, ഒരൊറ്റ സംഖ്യ. 9 13 കൂട്ടി നോക്കുക. 9 13 കൂട്ടി നോക്കി എത്ര വരും? 22. അപ്പൊ ഇരട്ട സംഖ്യ. അപ്പൊ നോക്കി, ഇപ്പൊ എക്സ് പ്ലസ് വൈ ആണ് ഇവിടുത്തെ ആൻസർ. എക്സ് പ്ലസ് വൈ എന്നുള്ളത് എന്തായിരിക്കും? എല്ലിപ്പോയോ ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും. ഇനി അപ്പൊ ഓപ്ഷൻ സിയും ഡിയും ചെയ്ത് നോക്കണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. പക്ഷെ നമുക്ക് ആൻസർ കിട്ടിയ സ്ഥിതിക്ക് അത് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. എക്സ് ആയിരിക്കണം വൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്ക്. ഞാൻ 2 നമ്പേഴ്സ് എടുത്തു, ഒറ്റ സംഖ്യകള്. 15 3. 15നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടുക? 5.
ഇരട്ട സംഖ്യയാണോ? അല്ല, അപ്പൊ ഒറ്റ തെറ്റി സംഖ്യ. ആണെന്നുള്ള അവിടെ മനസ്സിലായി. ഇനി വേണമെങ്കിൽ എക്സ് റൈസ് ടു വൈ ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ അറിയെങ്കിൽ കേട്ടോ. നമ്മൾ എക്സ്പോണൻസ് എന്നുള്ള ഭാഗം വരുമ്പോൾ അത് പഠിക്കും എന്തായി സാധനം എന്നൊക്കെ. ഇപ്പൊ എക്സ് റൈസ് ടു വൈ ചെയ്യാൻ അറിയെങ്കിൽ അത് എടുത്ത് നോക്കിയാൽ മതി. ഇപ്പൊ 3 റൈസ് ടു 2 രണ്ടും ഒറ്റ സംഖ്യകളാണ്. അല്ല 3 റൈസ് ടു 1 3 ഒറ്റ സംഖ്യയാണ്, 1 ഒറ്റ സംഖ്യയാണ് എന്ന് വെച്ചാൽ ഇതിന്റെ ആൻസർ 3 തന്നെ വരിക. അപ്പൊ അത് ഒറ്റ സംഖ്യ. അപ്പൊ ഇതില് ആകെ ഇരട്ട സംഖ്യ കിട്ടുന്ന ഏത് മാത്രമായിരിക്കും? +1. അപ്പൊ സാറേ ഇതിൽ ഇങ്ങനെ ഒറ്റ സംഖ്യ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ അതിന്റെ ഒറ്റ സംഖ്യ കണ്ടെത്തുക അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ അവര് പറഞ്ഞ ആ കണ്ടീഷൻ ഇല്ലേ, ആ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഓപ്ഷനിൽ നോക്കാൻ ഏതായിരിക്കും അതിൽ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് വരുന്നത്, അതാണ് നോക്കേണ്ടത്. ഇത് നമുക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരും, എക്സും വൈ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ട കേസ്. അതിലൊക്കെ ഇങ്ങനെ നമ്പേഴ്സ് എടുത്തിട്ടാണ് ചെക്ക് ചെയ്യുക. അത് നിങ്ങൾ അങ്ങനെ തന്നെ ശീലാക്കണം. അല്ലാതെ ഇതൊരു പ്രൂവ് ചെയ്യുന്ന ടൈപ്പിലൊന്നും ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. ഇപ്പൊ എക്സും വൈയും രണ്ട് ഒറ്റ സംഖ്യകളായാൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സും വൈയും എന്ത് ചെയ്യണം? രണ്ട് ഒറ്റ സംഖ്യകൾ മനസ്സിൽ വരണം. ഇനി എക്സും വൈയും രണ്ട് അഭാജ്യ സംഖ്യകളായാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ട് അഭാജ്യ സംഖ്യകൾ നിങ്ങളുടെ മൈൻഡിൽ വരണം. എന്നിട്ട് തന്നിരിക്കുന്നത് എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ഓപ്ഷനിൽ ശരിയായിട്ട് ഏതാ വരിക നോക്കാം, നിങ്ങൾ എടുത്ത നമ്പർ. ക്ലിയർ ആണേ? അത് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ടൈപ്പ് വരുന്നുണ്ട്. ഞാൻ അത് ആ സമയത്ത് ഓരോന്ന് എത്തുമ്പോൾ എന്ത് ചെയ്യാം, എങ്ങനെയാണ് എക്സും വൈ ഇത് ഇങ്ങനെ എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ നോക്കാം. അടുത്തത് 180 ഇത് നോക്കിയാൽ 36ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മളിപ്പോ പഠിച്ച ട്രിക്ക് വെച്ചിട്ടും ചെയ്യാം. അതിനാണ് അത് ഞാനൊന്നുകൂടി ഓർമ്മിച്ചത്. 53, 24 കഴിഞ്ഞിട്ട് ഒരു എ എന്ന സംഖ്യയിലെ അക്കങ്ങൾ എന്താണ്? അക്കങ്ങൾ വ്യത്യസ്തവും സംഖ്യ 3ന്റെ ഗുണിതവുമായാൽ എയുടെ സ്ഥാനത്ത് വരുന്ന അക്കം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3ന്റെ ഗുണിതം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ആ സംഖ്യനെ എന്തുകൊണ്ടായിരിക്കാൻ പറ്റൂ? 3 കൊണ്ടായിരിക്കാൻ പറ്റൂ. നോക്കി, ഏത് സംഖ്യ ഇപ്പൊ ഒരു സംഖ്യയുടെ ഗുണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആ സംഖ്യ കൊണ്ട് അതിനായിരിക്കാൻ പറ്റും, അതാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ഈ 53, 24 എ എന്ന് പറയുന്ന സംഖ്യ ഇല്ലേ, അത് 3ന്റെ ഗുണിതം തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഈ 53, 24 എ എന്നുള്ള സംഖ്യനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ പൂർണ്ണമായിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണേ നമുക്കൊരു ട്രിക്ക് അറിയാം. എന്തായിരുന്നു ട്രിക്ക്? കൂട്ടി നോക്കി കഴിഞ്ഞാൽ 3 കൊണ്ട് ഹരിക്കാൻ പറ്റണം. അപ്പൊ അതിലെ ബാക്കിയുള്ള സംഖ്യകളൊക്കെ 5 10 14 14 ഏതോ ഒരു സംഖ്യ, ആ ഓപ്ഷനിലുള്ള ഒരു സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ 3 കൊണ്ട് ഹരിക്കാൻ പറ്റണം. ഓപ്ഷനിലുള്ള ഒരു സംഖ്യ ഏതായിരിക്കും? നിങ്ങൾ പറഞ്ഞു 14 എത്ര കൂട്ടിയാലും 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ കിട്ടണമെങ്കിൽ എത്രയായിരിക്കും? 14 ഇവിടെ ഓൾറെഡി 14 കൂട്ടിയിട്ട് അതിന്റെ കൂടി 9 കൂട്ടിയാൽ 23 ആയില്ലേ? 9 കൂട്ടി 23 അല്ലേ? 23 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 24 ആണേ. 24 വരേണ്ടത്, 24 ഇല്ലല്ലോ. 24. അപ്പൊ അതിൽ വരും ഒരു സംഖ്യ എന്നാലും വരും. ആൻസർ ആയിട്ട് വരണല്ലോ. 7 വരുമല്ലോ. 17 14 പ്ലസ് 7 ചെയ്ത് എത്ര കിട്ടും? 21. കറക്റ്റ് 3 കൊണ്ട് ഹരിക്കുക. അതാണ് പറഞ്ഞത് മൾട്ടിപ്ലിക്കേഷൻ. 3 × 7 ആണ് 21. 3 കൊണ്ട് ഹരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ആൻസർ നടന്ന ഏതാണ്? 7 ആണ് ഇവിടെ. ഇനി അഥവാ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? അവസാനം എയുടെ സ്ഥാനത്ത് 7 ഇട്ട് നോക്കിയിട്ട് ഒന്ന് ഹരിച്ചു നോക്കുക. ഏതുപോലെ 53, 24 അല്ലേ? ഏതായിരുന്നു സംഖ്യ? 53, 24. എയുടെ സ്ഥാനത്ത് ഞാൻ എത്ര ഇടുന്നുണ്ട്? 7 ഇടുന്നുണ്ടേ. ഒന്ന് ഹരിച്ചു നോക്കുക 3 കൊണ്ട്. പക്ഷെ ഇപ്പൊ ഇനി അങ്ങനെ നിൽക്കരുത്, കാരണം നിങ്ങൾക്ക് ട്രിക്ക് അറിയാം. വെറുതെ ടൈം കളയരുത്, നിൽക്കരുത്. അപ്പൊ 7 കൊണ്ട് ഹരിച്ച് കറക്റ്റ് ആയിട്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ? പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. 5 എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം. ഒരു 3 3. ബാക്കി 2 ഉണ്ടാവേ. 23 അടുത്തത്. 23 7 പ്രാവശ്യം. 3 × 7 എത്ര? 21. 23 21 കുറച്ചാൽ 2. അടുത്ത നമ്പർ ഇറക്കിയിടുക. എത്രയാ? 22.
എത്ര പ്രാവശ്യം പോവും? 7. 3 7 21. 53 24 അല്ലേ നമ്മൾ 13 24 14. ഇരുപത്തിരണ്ട്. അടുത്തതോ 1 14. എത്ര പ്രാവശ്യം പോവും? 4 പ്രാവശ്യം. 4 3 12. അടുത്ത എത്ര വരും? ഇറക്കിട്ടാല് 2. 7 ഇറക്കിട്ടാൽ എത്ര വരും ഇവിടെ? 27. 27 എത്ര പ്രാവശ്യം പോകും? 3 9 പ്രാവശ്യം. അപ്പൊ 9 × 3 27. കറക്റ്റ് ആയിട്ട് പോകും. വേണമെങ്കിൽ ഒന്ന് അരിച്ചു നോക്കാം, പക്ഷെ അരിച്ചു ഞാൻ നിൽക്കേണ്ട ടൈം കളയും അവിടെ. അപ്പൊ 3 കൊണ്ട് അരിക്കാൻ പറ്റും നോക്കിയാൽ എങ്ങനെ ചെയ്താൽ മതി? 3 കൊണ്ട് അരിക്കാൻ പറ്റും നോക്കണമെങ്കിൽ അതിലെ സംഖ്യകളൊക്കെ കൂട്ടി നോക്കാം. റെഡി? അതിലെ സംഖ്യകളൊക്കെ കൂട്ടി നോക്കാം. ഇത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആട്ടോ. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇല്ലേ, PSC ഒക്കെ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അവിടെയെങ്കിലും ഒരു സംഖ്യ ഇങ്ങ് എടുത്തു തരും. ഇപ്പൊ ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതുപോലെ അത് തരുക 492A3. അപ്പൊ ഈ സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ എ എന്ന സംഖ്യ, എന്നിട്ട് 4 ഓപ്ഷൻ ഇങ്ങ് തരും. നിങ്ങൾ പറഞ്ഞേ ഇവിടെ ഏതായിരിക്കും ചാൻസ് വരുന്നത്? ചാൻസ് ഉള്ളത് പറ്റുന്ന 2 സംഖ്യകൾ തരൂല, ഒറ്റ സംഖ്യ തരും ഓപ്ഷനിലായിട്ട്. ഞാൻ ഓപ്ഷൻ തന്നു കഴിഞ്ഞാല് 1 2 എ ഓപ്ഷൻ ആണ്, B C D 3 4. ഇതിലേതാ വരും എന്നുള്ള പറഞ്ഞു നിങ്ങൾ? 3 വരും. ഇവിടെ നോക്കിയേ, ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരിക? 4 9 2 3 കൂട്ടിയാല് 9 4 13 2 15 3 18 വരും. 18ന്റെ ഓടി ഈ ഓപ്ഷൻ ABCD ഏതെങ്കിലും സംഖ്യ കൂട്ടിയാൽ 3 കൊണ്ട് ഹരിക്കാൻ പറ്റണം അല്ലെ? 3 കൂട്ടണം. 3 കൂട്ടിയാലേ കിട്ടും. ഇത് കിട്ടുമല്ലോ. ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു തരത്തിലും കിട്ടിയില്ല, നിങ്ങൾ ഓപ്ഷനിലുള്ള എന്ത് ചെയ്യാം, അതിലിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കുക. ഇനി നോക്കി തൊട്ട് താഴെ തന്നെ 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഇവിടെ 5234 ഗുണിക്കണം 8572 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ട എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ആ സംഖ്യനെ ഗുണിക്കുന്നതല്ല കേട്ടോ. 5234 8572 തമ്മിൽ ഗുണിക്കുന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം കിട്ടിയാല് നിങ്ങൾക്ക് 5 കൊണ്ട് ഹരിച്ചാല് എത്രയാ കിട്ടുക എന്നുള്ളത് കിട്ടും അല്ലെ? ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. 33 വിചാരിക്കും. 33നെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയാ ശിഷ്ടം വരിക? 3. നിങ്ങൾക്കറിയാം 0 വരെയാണ് പോവാ. 0 വരെ പോവും അല്ലെ? അല്ലെ 5 വരെയാ പോവാ. 5ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 0 വരെ അല്ല 5 വരെ, അതായത് 30 വരെ പോകും. അപ്പൊ ബാക്കി വരുന്ന ഇവിടെ എത്ര വരുന്നതായിരിക്കും ശിഷ്ടം വരുന്നത്? 3. ഇനി അടുത്ത വേറെ ഒറ്റ ക്വസ്റ്റ്യൻ. 58. 58നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര ശിഷ്ടം വരും? 3. അടുത്തൊരു ക്വസ്റ്റ്യൻ 67. 67നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര ശിഷ്ടം വരും? 2. 65 വരെ പോവും 5ന്റെ മൾട്ടിപ്പിൾ. പിന്നെ ബാക്കി വരുന്ന 2 ആയിരിക്കും ആണല്ലോ. അപ്പൊ ഈ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം കിട്ടിയാൽ മതി നമുക്കല്ലേ? ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം കിട്ടിയാൽ പോരാ. അപ്പൊ ഞാൻ വേറെ വലിയൊരു സംഖ്യ പറയാണ്. 286. 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരുന്ന എത്രയായിരിക്കും? 1. കാരണം ഈ ലാസ്റ്റിലത്തെ അക്കം മാത്രം നോക്കിയാൽ മതി. കാരണം 285 വരെ എന്തായിരിക്കും? നിർബന്ധമായിട്ടും 5 കൊണ്ട് മൾട്ടിപ്പിൾ ആയിരിക്കും. പിന്നെ ബാക്കി വരുന്ന 1 ആയിരിക്കും ഇവിടുത്തെ ശിഷ്ടം. ഇനി 932 5 കൊണ്ട് ഹരിച്ചാൽ എത്രയ്ക്ക് ശിഷ്ടം വരിക? 930 വരെ പോകും. പിന്നെ ബാക്കി ഒരു 2 ഉണ്ട് ഇവിടെ. അപ്പൊ ലാസ്റ്റിലത്തത് 2 ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞേനി 5234നെ 8572 കൊണ്ട്
72നെ ഗുണിച്ചതിന് ശേഷം 5 കൊണ്ട് ഹരിച്ചാല് കിട്ടുന്ന ശിഷ്ടം എത്രയാണുള്ളത്? യെസ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യാ, ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് എത്രയാ വരുന്നത് നോക്കാം. അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് റൂള്. എന്തായിരുന്നു? 5234 ഒറ്റയുടെ സ്ഥാനത്തുള്ളതും 8572 ഒറ്റയുടെ സ്ഥാനത്തുള്ളതും തമ്മിൽ എന്ത് ചെയ്യുക, ഗുണിക്കുക. അപ്പൊ എത്ര കിട്ടോ? 8. 4 2 ഗുണിച്ചാല് 8. അപ്പൊ ഏതോ ഒരു സംഖ്യ, വലിയ സംഖ്യ കിട്ടും. അതിന്റെ അവസാനം എത്രയാ വരിക? 8 വരിക. ഇനി നോക്കിയേ, ഇതിനെയാണ് നമ്മൾ എന്തുകൊണ്ടായിരിക്കാൻ പോകുന്നത്? ഇനി ഏതുകൊണ്ടായിരിക്കുന്നത്? 5 കൊണ്ട്. 5 കൊണ്ട്. അപ്പൊ നോക്കിയേ, ഏതോ ഒരു സംഖ്യ അതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് 8 ഉണ്ട്. അതിന് 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര ശിഷ്ടം വരും? ഇനി നിങ്ങൾക്ക് അറിയാം, 3 ശിഷ്ടം കിട്ടും. ഓക്കെ, അതാണ് ആൻസർ 3. നമ്മൾ പഠിച്ച 2 തിയറം ഒന്നിച്ചിട്ട് വന്നതാണ് ഇവിടെ. ചിലപ്പോ ഒറ്റ മാർക്ക്, ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കെന്ന് പറഞ്ഞിട്ട് മാത്രമായിട്ട് തന്നെ ചോദിക്കും. ഇതിപ്പോ 2 കൂടി കമ്പൈൻഡ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് സാറേ, നമുക്ക് സാർ പറഞ്ഞു തരുമ്പോ അറിയാം, പക്ഷെ ക്വസ്റ്റ്യനിൽ വരുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ലല്ലോ. ക്വസ്റ്റ്യനിൽ വരുമ്പോ എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ചാൽ, ഏകദേശം നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള മോഡൽ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പറയാം, നോക്കിക്കോളെ. 983 ഇൻറ്റു 14576. ഞാൻ പറയാണ്, ഈ സംഖ്യയെ 983 14576 ഗുണിച്ചിട്ട് 5 കൊണ്ടായിരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര എന്ന് ഞാനൊന്ന് മാറ്റുവാണ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ഇതേപോലുള്ള മോഡൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്ത് ശീലിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ ആൻസർ എത്ര വരും? 3 × 7 21 വരും. 1 3 × 3 × 6 ആണ്. ക്വസ്റ്റ്യനിൽ 7 കണ്ടു. 18 × 18 3 × 6 ചെയ്താല് 18 അല്ലെ? അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ് വരുന്നത്? 8. 8 ആണ്. അപ്പൊ ലാസ്റ്റ് 8 വരുന്ന സംഖ്യയാണ് എന്ത് കൊണ്ടിരിക്കുന്നത്? 5 കൊണ്ട്. അപ്പൊ ശിഷ്ടം എത്ര വരും? 3 വരും. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഇതിന് നിങ്ങൾ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ്, ഇതേപോലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്താൽ മതി, ചെയ്ത് ശീലിച്ചാൽ മതി. സാറ് ഞങ്ങൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് കുറെ ഇത് കഴിയുമ്പോ, ക്ലാസ് കഴിയുമ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് തരുമോ? കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും 983 × 14576 അതിന് 6 കൊണ്ടായിരിക്കുന്ന ക്വസ്റ്റ്യൻ വേറെ വരില്ലേ? അങ്ങനെ വരില്ല കേട്ടോ. കാരണം നമുക്ക് ഇതൊരു പർട്ടിക്കുലർ മോഡലാണ്. ഈ 5 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ കിട്ടുക എന്നുള്ള ഐഡിയ ഒരാൾക്ക് ഉണ്ടാവും. എന്ന് വെച്ചിട്ട് 6 കൊണ്ട് 7 കൊണ്ടൊന്നും ഹരിക്കുമ്പോൾ അത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻസ് ഒരിക്കലും ചോദിക്കില്ല. ഓക്കെ, ഇപ്പൊ 983 14576 കൊണ്ടായിരിക്കുമ്പോൾ ഗുണിച്ചിട്ട് 8 കൊണ്ടായിരിക്കുമ്പോൾ എന്താണ് റിമൈൻഡർ വരിക എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കില്ലാത്തുള്ള കാരണം എന്താ വെച്ചാൽ 8 കൊണ്ടായിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പെട്ടെന്നൊന്നും സാധിക്കുന്ന കാര്യമല്ല. അത് 5 കൊണ്ട് നമുക്ക് സാധിക്കും. കാരണം 5 എളുപ്പത്തിൽ മനസ്സിലാവുന്ന സംഭവമാണ് ഈ ഒരു ഇത് എന്ന് വെച്ചാൽ. അപ്പൊ ആ രീതിയിൽ മാത്രമേ ചോദിക്കൂ, അല്ലാതെ ഇതിൽ തന്നെ കുറേ ഡിഫറെന്റ് ആയിട്ടുള്ള മോഡലുകളായിട്ടൊന്നും ചോദിക്കൂല. അപ്പൊ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം കണ്ടുപിടിക്കുന്നത് നിർബന്ധമായിട്ട് അറിയണം നിങ്ങൾക്ക്, ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം. ഇനി ഇതിലൊക്കെ സാറ് പറയുമ്പോ പറയാറുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് അങ്ങനെയാണോ ചെയ്യാന്നുള്ള അപ്പം നമുക്ക് അറിയുന്നത്. എന്റെ പ്രോബ്ലം അതാണ്. ഒരു കാര്യം ചെയ്യാനുള്ളത് നിങ്ങൾക്ക് എന്ന് വെച്ചാല്, പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇല്ലേ, ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒത്തിരി വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ എടുത്തു വെച്ചില്ല, എനിക്ക് തോന്നുന്നു ഒരു 10 ക്വസ്റ്റ്യൻ എന്റെ മുന്നിലുണ്ട്. പക്ഷെ നമുക്ക് ഇതൊന്നും ഇന്ന് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക, അതേ വഴിയുള്ളൂ. അത് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കീ കൊണ്ട് താഴെ തന്നെ ആൻസർ ക്യൂ വെച്ചിട്ട് കമ്പയർ ചെയ്തൊക്കെ കിട്ടുന്നുണ്ടോ ആൻസർ എന്നുള്ളത്. ഇപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ നടന്നത് ഇതിന്റെ 206 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും ഞാൻ അത്ര ഒന്നും കൂടുതലായിട്ട് പറയുന്നില്ല. 1 11 111 1011 1111 ഇത് കൂട്ടാനാണ് നമ്മൾ പറയുന്നത്. അറിയാലോ, കൂട്ടുന്ന അറിയാമെങ്കിൽ അറിയാം. എല്ലാം എഴുതുമ്പോ എന്ത് ചെയ്യണോ, വലത് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് എഴുതിക്കോണേ. 1 11 പിന്നെന്താ 111, അടുത്തത്ര വരുന്നത് 1111 ഇങ്ങനെ എഴുതണം. ഇങ്ങനെ എഴുതിയിട്ട് കൂട്ടാം. അപ്പൊ ആദ്യം എത്ര വരും വലത് സൈഡില്?
സി ഓപ്ഷൻ. യെസ്, 4 വരും, ഇവിടെ 3 വരും, ഇവിടെ 2 വരും, 1 വരും. അപ്പൊ 1234. ഇതൊന്നുമില്ല, നല്ല സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമോ? അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒന്നാണത്. 34ാമത്തെ ക്വസ്റ്റ്യൻ. 11 × 485 മൈനസ് 485ന്റെ വില എത്ര? 4850. അതായത് 11 485 ഒരു 485 പോവാണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 11 പേനകൾ ഉണ്ട്. അതിൽ നിന്ന് ഒരു പേന പോയാൽ പിന്നെ എത്ര പേന ആയിട്ടുണ്ടാവും? അത് 10 ആയിട്ടുണ്ടാവും. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ആ ഒരു ട്രിക്ക് നടന്നത്. അപ്പൊ 11 485 ഒരു 485 പോയാൽ ഇനി എത്രയേ ഉള്ളൂ? 10 485 ഉള്ളൂ. അപ്പൊ 10 ഗുണിക്കാൻ നമുക്ക് എളുപ്പം. എന്ത് ചെയ്താൽ മതി? ഒരു സംഖ്യയുടെ 10 ഗുണിക്കാൻ 0 അവിടെ ചേർത്ത് കൊടുത്താൽ മതി ആ സംഖ്യയുടെ ഒപ്പം. അപ്പൊ എത്ര കിട്ടും? 4850. 485നെ 10 കൊണ്ട് ഗുണിക്കുക എങ്ങനെയാ? 10ല് ഒരു 0 ഉണ്ട്. ആ 0 എന്ത് ചെയ്താൽ മതി? സംഖ്യയുടെ വലത് സൈഡ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി 100 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 2 0 വലത് സൈഡിൽ ചേർത്ത് കൊടുക്കാം. ക്ലിയർ ആണേ? 11 × 485 മൈനസ് 485 എങ്ങനെയാ ചെയ്തത്? 11 എണ്ണത്തിൽ ഒരു എണ്ണം പോയി. അപ്പൊ 10 എണ്ണേ ഇനി ബാക്കിയുള്ളൂ. അപ്പൊ 10 485 ഇതിന്റെ ആൻസർ. അപ്പൊ 10 485 എന്ന് വെച്ചാൽ 485 × 10. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണ്ടോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതോ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഇവിടെ എവിടെയോ കണ്ടിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാം. ഇതിന് മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യൻ ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈസി ക്വസ്റ്റ്യൻ. അത് ഇതിന്റെ ഒരു കേസ് എങ്ങനെയാന്ന് വെച്ചാൽ, അഥവാ ഇത് നിങ്ങൾക്ക് ഈ ട്രിക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. 11നെ 485 കൊണ്ട് ഗുണിച്ചിട്ട് അറ്റ്ലീസ്റ്റ് 485 കുറക്കാനുള്ള അറിയെങ്കിലും ആ വിദ്യെങ്കിലും അറിഞ്ഞാൽ മതി. ഞാൻ അതാ വിചാരിച്ചത്. 11 × 485 നോക്കിയിട്ട് പിന്നെ 485 കുറക്കുക. അതാ ഞാൻ ചെയ്ത്. അങ്ങനെ ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ 11 ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അത് കുറച്ചുകൂടി വലിയ സംഖ്യ ആണെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യും? ഇപ്പൊ ഇങ്ങനെയാണെന്നെങ്കിലോ 101 × 485 മൈനസ് എന്താണ് 485. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ 101 485 ഗുണിച്ച് കഴിയുമ്പോൾ തന്നെ കുറെ ടൈം അവിടെ പോകും അല്ലെ? 101 485 ഒരു 485 കുറവാണ്. അപ്പൊ എത്ര എണ്ണം ഉണ്ടാവും? ഇനി 100 485 ഉണ്ടാവാം. റെഡി? 485 വെച്ചാൽ 485ന്റെ ഒപ്പം എന്ത് ചെയ്താൽ മതി? 2 0 ഇട്ടോ. അപ്പൊ 48,500 ഇതിന്റെ ആൻസർ വരിക. അപ്പൊ ഇങ്ങനെ ഗുണിക്കുന്നൊക്കെ തരുമ്പോ ഇല്ലേ, അതിലൊരു ട്രിക്ക് ഉണ്ടാവും. എപ്പോഴും ഒരു ട്രിക്ക് ഉണ്ടാവും. ആ രീതിയിലേ നിങ്ങൾക്ക് ഇതുപോലത്തെ സംഖ്യകൾ ഗുണിക്കാനൊക്കെ തരും. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു നമ്പർ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അതിലൊരു ട്രിക്ക് ഉണ്ട്. ഇനി അഥവാ ട്രിക്ക് അങ്ങനെ കത്തിയിട്ടില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഗുണിച്ചിട്ട് കുറക്കോ കൂട്ടോ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തോളൂ. അതേപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതുപോലെ തന്നു കഴിഞ്ഞാൽ 99 × എന്താണ് 812 പ്ലസ് 812. ഇതെങ്ങനെ ചെയ്യും? 8 ഓക്കെ, 99 120. അതിന്റെ ഒരു 812 കൂടി കൂടുവാണ്. അപ്പൊ 99 812ോടൊപ്പം ഒരു 812 കൂടി കൂടിക്കഴിഞ്ഞാൽ എത്ര എണ്ണായി? അത് പിന്നെ 100 812കളായി. അപ്പൊ 100 × 812 ചെയ്താൽ മതി. അപ്പൊ 812 100 കൊണ്ട് ഗുണിക്കാണ് 2 0 ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇന്ന് എടുത്തതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇത് നോക്കി, ഇനിയാണ് നമ്മൾ ഇന്നത്തെ ചെയ്ത ക്വസ്റ്റ്യനിലൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ പൂർണ്ണവർഗം അല്ലാത്തത് ഏത്? ഇത് കണ്ടോ? നിങ്ങൾ ഓരോ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന 2, 6, 15, 5. അപ്പൊ ക്ലിയർ ആകാത്തതുകൊണ്ടാണ്, അല്ല PDF കാണുന്നില്ല എന്നാണോ? PDF കാണുന്നില്ല. PDF കാണുന്നില്ല.
ഇതില്ലേ ഇപ്പൊ കാണുന്നുണ്ടല്ലോ ഇത് താഴെ കൊടുത്തിരിക്കുന്ന ഒരു പൂർണ്ണവർഗം അല്ലാത്തത് ഏത്? ഓക്കെ, നിങ്ങൾ ആ സംഖ്യകളൊക്കെ ഗുണിച്ചിട്ട് ഒരു പൂർണ്ണവർഗം നോക്കുകയെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറെ ടൈം അവിടെ പോകും. നമുക്ക് എന്തായിരുന്നു വേണ്ടത്? ഇതിനെ ഇങ്ങനെ പ്രൈം നമ്പേഴ്സ് ആക്കിയിട്ട് എഴുതുക. അപ്പൊ പേരായിട്ട് വരാത്ത ഏതാ ഉള്ളത് നോക്കുക. പേരായിട്ട് ഇപ്പൊ 2 തന്നെ. 6 നമുക്ക് എങ്ങനെ എഴുതാനി പ്രൈം നമ്പേഴ്സ് ആക്കിയിട്ട്? 3 × 2 2 × 3 എഴുതാം. 15 എങ്ങനെ എഴുതാം? 3 × 5 3 × 5 എന്ന് എഴുതാം. പിന്നെ ലാസ്റ്റ് ഒരു 5 ഉണ്ട്, അതവിടെ നിൽക്കട്ടെ, ഒറ്റന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇത് നോക്കിയേ, പേരല്ലേ നോക്കിയേ, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 5 5 ഉണ്ട്. അപ്പൊ ഇതെന്താണ്? ഒരു പൂർണ്ണവർഗം. ഓക്കെ, ഇതേപോലെ തന്നെ അടുത്തതും ചെക്ക് ചെയ്യണം. 2 × 2 അടുത്തത് 3 5. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 2 പേഴ്സ് ഉണ്ട്, 2 2 ഉണ്ട്. ഇനി 3 പേരാണ്, 3 2 കിടക്കുന്ന ഇതാ. 5 അത് പേരാണ്. അപ്പൊ ഇത് 2 × 2 2 5 എത്ര എണ്ണം ഉണ്ട്? പേരാണ്, എല്ലാം പേർ. 2. അപ്പൊ ആൻസർ ഡി ആയിരിക്കും. ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതാ 2 × 2 1 × 5. അപ്പൊ പേര് 2 പേരുണ്ട്, 5 പേരുണ്ട്, 3 പേരില്ല. കണ്ടോ ഒറ്റക്ക് നിൽക്കുന്ന ഇവിടെ. ഇതിന് ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാ ഇത് ഒരു പൂർണ്ണവർഗാവും? ഇനി 3 കൊണ്ട് ഈ സംഖ്യ എന്ത് ചെയ്യും? അതൊരു പൂർണ്ണവർഗമായിട്ട് മാറും കേട്ടോ. അങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ടേ, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയാനുള്ള കാരണം. ഇത് കിട്ടിയല്ലോ ഇത് ഒന്നുമില്ല, പേരായിട്ട് നോക്കുക. എന്നിട്ട് പേരല്ലാത്ത ഏതാ ഉള്ളത് വരുന്നതെന്ന് വെച്ചാൽ അതായിരിക്കും പൂർണ്ണവർഗം അല്ലാത്തത്. ഓക്കെ, അടുത്തതില് 202 നോക്കട്ടെ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് അതിൽ തരും. ഓക്കെ. നോക്കിയതാ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഘടകങ്ങളുടെ എണ്ണം. ഇപ്പൊ നമ്മൾ എടുത്ത ടോപ്പിക്കിന്റെ ഇതൊക്കെ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നത് ഇനി അങ്ങോട്ടാണ്, അഥവാ കുറച്ച് ലേറ്റ് ആയി പോയത്. എത്ര ഘടകങ്ങൾ ഉണ്ടാവും ഇതിന്? ഓക്കെ, ഇത് നോക്കിയേ, മുകളിലുള്ള നമ്പർ എത്ര? എവിടെ? 2. അപ്പൊ 1 കൂട്ടണം, 3. അടുത്ത വരുന്ന മുകളിലുള്ള നമ്പർ പവർ എത്രയാ? 3. 1 കൂട്ടണം, 4. ഇവിടെ പവറിൽ വരുന്ന നമ്പർ 2. 1 കൂട്ടണം, എത്ര വരും? 3. ഒക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, വരും 36. 4 × 3 12, 12 × 3 10. സി ആണ് ആൻസർ. പ്രൈം നമ്പേഴ്സ് ആണ്, ഇങ്ങനെ തരും. പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ആക്കിയിട്ട് മൾട്ടിപ്പിൾ ആക്കിയിട്ട് തരും. അപ്പൊ പവറിലൂടെ 1 കൂട്ടുക, എന്നിട്ട് എല്ലാം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. പവറിലൂടെ 1 കൂട്ടി കിട്ടുന്ന സംഖ്യകളൊക്കെ തമ്മിൽ. ഇത് ക്ലിയർ അല്ലേ? ഇമ്പോർട്ടന്റ് ആണ് ഇത് കേട്ടോ. ഇത് റിപ്പീറ്റ് 3 ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടോ, 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 1510 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവയിൽ ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ ഏതാണ് ചോദിക്കുന്നത്. 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം. അപ്പൊ ഒന്നും നോക്കണ്ട, 1510 നമ്മൾ എന്ത് ചെയ്യാം? അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലാക്കിയിട്ട് ഏതെന്ന് അറിയാൽ നിങ്ങൾക്ക്. ഇപ്പോ എന്തായിരുന്നു ചെയ്തത്? 1510 എന്ത് ചെയ്യാ? ഘടകക്രിയ ചെയ്യാ. 2 പോവില്ലേ? 2 പോവും. ഇരട്ട സംഖ്യ ആണല്ലോ, 2 പോവും. അപ്പൊ 1510 അരിച്ചു നോക്കണം, നേരെ പകുതി എടുക്കാം. 15 പിന്നെ 1 ബാക്കിയുണ്ടാവും. 11 പിന്നെ 5 പ്രാവശ്യം 1 ബാക്കിയുണ്ടാവും. 10 വീണ്ടും 5 പ്രാവശ്യം. അപ്പൊ 785 വരും, പകുതി.
1510 പകുതി 755. ഇനിയോ 2 പോവോ? അല്ല 2 പോവില്ല. ഇനി ഒറ്റ സംഖ്യയില്ല. 3 പോവോ? പറഞ്ഞേ. തെറ്റിയില്ല, ചെയ്ത് തെറ്റിയില്ലല്ലോ. 1510 പകുതി 755 അല്ല. ഞാൻ മുന്നേ ചെയ്ത് നോക്കില്ല, അതുകൊണ്ടാണ്. 15 3 പോവില്ല. കാരണം 3 നമുക്ക് കൂട്ടി നോക്കി മനസ്സിലാവും. 5 10 17 വരുന്നത്. 5 പോവും, കാരണം 5 ലാസ്റ്റ് 5 ആണ്. അപ്പൊ 7-ലാണെങ്കിൽ ഒരു പ്രാവശ്യം, പിന്നെ 25-ലാണെങ്കിൽ പിന്നെ 5-ലാണ് ഒരു പ്രാവശ്യം. കഴിഞ്ഞു. നോക്കി 151 എത്തി. ഇനി നിങ്ങൾ 151 ചെറുതാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചെറുതാവില്ല. കാരണം 151 ഒരു പ്രൈം നമ്പറാണ്, ഒരു അഭാജ്യ സംഖ്യയാണ് 151. അത് ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം. എന്താ? 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, 3 അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാ? 2ഉം 5ഉം ഏതുവാ? 151. അപ്പൊ അതിലെ ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ നടന്ന ഏതായിരിക്കും? 151. ഓപ്ഷൻ എ ആണ് ആൻസർ. ഒന്നുമില്ല, അഭാജ്യ സംഖ്യയുടെ ഗുണനഫലമാക്കി ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ എഴുതി നോക്കുക. എന്നിട്ട് അതിൽ ചെറുതേതാണോ വലുതേതാണോ ചോദിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏതാണ് എഴുതിയ സംഖ്യകളിൽ ഏറ്റവും ചെറുത് വലുത് അത് നോക്കി എഴുതി കൊടുക്കുക. കാരണം 151 അവസാനിച്ചു എന്ന് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണോ? അത് അവര് തന്നെ പറയുന്നുണ്ട്, 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമാണ്. 151 അരിച്ചാൽ പിന്നെ അത് 4 എണ്ണമായി പോകും അല്ലെ? വീണ്ടും ഹരിക്കാൻ പറ്റിയാൽ പിന്നെ 4 എണ്ണായില്ലേ? 4ഉം 5ഉം ആയില്ലേ? അപ്പൊ അവര് പറഞ്ഞു തന്നെ തെറ്റും. അപ്പൊ 2ഉം 5ഉം കഴിഞ്ഞ് കഴിഞ്ഞാൽ 151 കഴിഞ്ഞാൽ പിന്നെ ഹരിക്കാൻ പറ്റില്ല എന്നുള്ള അവര് തന്നെ ഒരു സൂചന തരുന്നുണ്ട്, 3 എണ്ണേ ഉള്ളൂ എന്നുള്ള. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു നല്ല ക്വസ്റ്റ്യനിൽ വരുന്നതാണ് ഇത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യണം, എന്നാലും എന്ത് ചെയ്യും, കിട്ടും. ഇനി നമ്മൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഗ്രൂപ്പിൽ ഒരു PDF ആയിട്ടോ അല്ലെങ്കിൽ ഇമേജ് ആയിട്ടോ ഇട്ട് തരാം. ഒരു 5-6 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ട്, അതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് അടുത്ത ആഴ്ചക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? വൃത്തിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ, ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ, കൂട്ടുന്ന, കുറക്കുന്ന, ഗുണിക്കുന്ന, ഹരിക്കുന്ന വൃത്തിക്ക് പഠിക്കുക. മൾട്ടിപ്ലിക്കേഷൻ ടേബിള്, പിന്നെ സ്ക്വയേഴ്സ്, ഈ കാര്യങ്ങളോട് വൃത്തിക്ക് പഠിച്ചു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് നല്ല ടോപ്പിക്കിലേക്ക് ഇങ്ങനെ കയറിയിട്ട് പോവാം. അടുത്ത ആഴ്ച മിക്കവാറും നമ്മൾ ഫ്രാക്ഷൻ, ഭിന്നസംഖ്യകൾ സ്റ്റാർട്ട് ചെയ്യും. നല്ല വെയിറ്റേജ് ഉള്ള ടോപ്പിക്കാണ് ഫ്രാക്ഷൻസ്. നമുക്ക് ഇന്ന് എടുത്തതിന്റെ ഫുള്ള് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. കാരണം കുറെ ക്വസ്റ്റ്യൻസ് വരുന്നേ ഉള്ളൂ, നമ്മൾ പഠിച്ച തിയറിയുടെ ക്വസ്റ്റ്യൻസ് വരുന്നേ ഉള്ളൂ, അങ്ങനെ പ്രശ്നമുണ്ട്. ആയി കൊടുത്തിരിക്കുന്നതിൽ ഒരു അഭാജ്യ സംഖ്യ ഏത് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം, ഞാൻ ഇട്ട് തരാം അതൊക്കെ. പിന്നെ 163 കഴിഞ്ഞാൽ 147 ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ ഇട്ട് തരാം. 150 കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. 150 ഒരു പൂർണ്ണവർഗമാക്കാൻ അതിനോട് ഗുണിക്കേണ്ട സംഖ്യ എത്ര? 180 ഒരു പൂർണ്ണവർഗമാക്കാൻ അതിനോട് ഗുണിക്കേണ്ട സംഖ്യ എത്ര? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണോ? 150 എന്താക്കിയിട്ട് മാറ്റണോ? ഘടകങ്ങളാക്കിയിട്ട് മാറ്റണം. അപ്പൊ 2 കൊണ്ട് ഹരിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാം. 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാവും? 90. വീണ്ടും 2 കൊണ്ട് 45. ഇനി 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 5 4 9 അല്ലേ? അപ്പൊ 3 കൊണ്ട് പറ്റും. എന്തായാലും 15. വീണ്ടും 3 കൊണ്ട് ഹരിക്കാം. എത്ര കിട്ടുമോ? 5. നോക്കിയേ, പേരല്ലാതെ കിടക്കുന്ന നമ്പർ ഏതാ ഉള്ളതെന്ന്. ഇതൊരു പേരാണ്, ഇതൊരു പേര. അപ്പൊ 5 ആണ് പേരല്ലാതെ കിടക്കുന്നത്. അപ്പൊ ഇതിനെ ഏത് കൊണ്ട് ഗുണിച്ചാൽ മതി? 5 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇത് ചോദിക്കാറുണ്ട്. ഇത് കോമൺ ആയിട്ട് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു മോഡലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇന്നത്തെ എടുത്തതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചോദിക്കുക. ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ട് തരാം, അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് ഈ പഠിച്ചതൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് വരാം. നമുക്ക് കുറച്ചൊരു ടോപ്പിക്കുകൾ എടുത്തിട്ട് പോവാം. അടുത്ത ആഴ്ച ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പൊ സ്റ്റോപ്പ് ചെയ്യണേ. ഓക്കെ സർ.
ഓക്കെ.